ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് 3/4 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി 1/4 കിലോ ചുവന്നുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 ചെറിയ പച്ചമുളകുമാണ് വേണ്ടത്. പിന്നെ 3 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് വേണ്ടത്. എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടാണ് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണയുടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളി എളുപ്പത്തിൽ വാടി കിട്ടും. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി നല്ലതുപോലെ വഴന്നു വരേണ്ടതുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കണം. ചിക്കനിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിലാണ് ഇതിനി വേവേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നത് നല്ലോണം വേവട്ടെ. കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ മൂടി പതിയൊന്ന് മാറ്റി നോക്കാം. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഗ്രേവിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് തന്നെ ഇത്രയും ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ വെന്തിട്ട് ഒരു നല്ല സ്മെല്ലാണ് ഇതിന് വരുന്നത്. മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കാതെ ഉള്ളിയിലും ചതമുളകിലും മാത്രം കിടന്ന് വഴന്നു വന്നിട്ടുള്ള ഈ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ ചിക്കൻ്റെ ഫ്ലേവർ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുപോലുള്ള സ്പെഷ്യൽ റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.